tapering bar 2 diameter ഈ സൈഡിൽ 2d സൈഡിൽ d. Length will be L. L ആണ് length. Tapered ആയിട്ടുള്ള horizontal length തന്നെയാണ് ഉദ്ദേശിച്ചത്. Length L. നമുക്കറിയാം tapered ബാറിന്റെ expansion അല്ലെങ്കിൽ contraction due to the application of force P delta is equal to 4PL divided by pi d1 d2 multiplied by E. d1 d2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻഡിലെയും ഡയമീറ്റേഴ്സ്. ഇവിടെ 2d d. അപ്പോൾ ഈ കേസിൽ ഉണ്ടാവുന്ന ഡെൽറ്റ എന്ന് പറയുന്നത് 4PL divided by pi into 2d into d into E, which is equal to 2PL divided by pi d square E. Okay. ഇനി രണ്ടാമത്തെ കേസ് പറഞ്ഞിട്ടുള്ളത് ഈ ബാർ ഒരു യൂണിഫോം ബാർ, അതായത് ഈ ടാപ്പറിംഗ് സെക്ഷന് പകരം അവർ ആവറേജ് ഡയമീറ്റർ ഉള്ള ഒരു യൂണിഫോം ബാർ ആയിട്ട് കൺസിഡർ ചെയ്തു. ആ ബാറിന്റെ ആവറേജ് ഡയമീറ്റർ എന്ന് പറയുന്നത് average diameter 2d plus d divided by 2, that is 3d by 2. Average diameter ഉള്ള ഒരു ബാർ ആയിട്ട് കൺസിഡർ ചെയ്തു. ഡയമീറ്റർ ലെങ്ത് സെയിം ആണ്, ഡയമീറ്റർ മാത്രം വേരി ചെയ്തു. 3d by 2 എന്നുള്ള ഡയമീറ്റർ ആണ് കൺസിഡർ ചെയ്ത്. നമുക്കറിയാം ഈ കേസിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 4PL ഡിവൈഡ് ബൈ പൈ d സ്ക്വയർ E. ഇവിടുത്തെ d എന്ന് പറയുന്നത് 3d by 2 d, that is 1.5 d. So 4PL divided by pi into 3 by 2 d whole square into E. നമുക്ക് കിട്ടുന്ന വാല്യൂ 16. Okay, wait. നമുക്ക് കിട്ടുന്ന വാല്യൂ 16PL divided by 9 pi d square E. ഈ രണ്ട് വാല്യൂസ് കിട്ടും. ഫസ്റ്റ് കേസിൽ നമ്മൾ ആക്ച്വൽ വാല്യൂ ഡെൽറ്റ 1, സെക്കൻഡ് കേസിൽ ഡെൽറ്റ 2 ആവറേജ് ഡയമീറ്റർ കൺസിഡർ ചെയ്തുകൊണ്ട് കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് എററാണ്. Percentage error is equal to actual minus actual is 2PL divided by pi d square E minus 16PL divided by 9 pi d square E divided by 2PL means actual value with respect to actual value. Actual value വെച്ചിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് എറർ എത്രത്തോളമാണ് പെർസെൻറ്റേജ് എറർ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. pi d square E.
multiplied by 100. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 11 പോയിന്റ് സംതിങ് വാല്യൂ കിട്ടും. നമ്മൾ ഓപ്ഷനിലുള്ള വാല്യൂ 10%. അപ്പോൾ ഒറിജിനലി നമ്മൾ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് 2D അതുപോലെ D എന്നുള്ള രണ്ട് എന്തിലെയും വാല്യൂസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ആവറേജ് വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതും തമ്മിലുള്ള പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 10%. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻ എ 10 ആണ് ആൻസർ. Next question. A given material has a Young's modulus E and modulus of rigidity G, Poisson's ratio 0.25. The ratio of Young's modulus to modulus of rigidity of the material is. Simple question ആണ്. Modulus of rigidity, Poisson's ratio ഇതൊക്കെ തമ്മിലുള്ള ബേസിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂ പോയിസൺസ് റേഷ്യോ mu is equal to 0.25. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇ, അതായത് തമ്മിലുള്ള ഇയും ജിയും തമ്മിലുള്ള റേഷ്യോ ആണ്. നമുക്കറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ is equal to 2G into 1 plus mu. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസ്. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിസൺസ് റേഷ്യോ. മ്യൂവിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ therefore E is equal to 2G into 1 plus 0.25. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് E by G, രണ്ടു തമ്മിലുള്ള റേഷ്യോ ആണ്. E by G is equal to 2 into 1 plus 0.25, that is 1.25, which is equal to 2.5. ആൻസർ 2.5. ഇനി ഇതുപോലെ ഇയും കെയും തമ്മിലുള്ള റിലേഷൻ ആണ്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി പറയാണ്. E is equal to 3K into 1 minus 2 mu. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്ക് മോഡുലസ്. K is bulk modulus. ഈ ഇക്വേഷനും ഓർത്തിരിക്കുക, പഠിക്കുക. ഇത് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അവസാനം വന്ന PWD ഇറിഗേഷൻ ഈ എക്സാമുകൾക്ക് പോലും ഈ പോർഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള അടുത്ത എക്സാമിനും ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിസൺസ് റേഷ്യോ ആണ്. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ്. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്ക് മോഡുലസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് ചെയ്യാം, കാരണം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം തീർത്ത് പോവാം. 11ാമത്തെ ക്വസ്റ്റ്യൻ അവസാനം ചെയ്യും. നേരത്തെ ആ സെയിം ഇക്വേഷൻ വെച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ പോയിസൺസ് റേഷ്യോ ഫോർ എ മെറ്റീരിയൽ ഈസ് 0.5, then the elastic modulus for the material is. Option A 3 times its shear modulus, 4 times its shear modulus, equal to its shear modulus, none of this. ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. നേരത്തെ ഈ ഇക്വേഷൻ നമ്മൾ നോക്കിയതാണ്. സെയിം ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് സോൾവ് ചെയ്യേണ്ടത്.
that is E is equal to 2g into 1 plus mu. ഇവിടെ മ്യൂവിന്റെ വാല്യൂ 0.5 ആണ് തന്നിട്ടുണ്ട്. Therefore E is equal to 2g into 1 plus 0.5, that is E is equal to 2 into 1 plus 0.5, sorry, that is 2 into 1.5, that is 3g. E is equal to 3g. അതായത് E is equal to 3 times shear modulus. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 3 times shear modulus. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. Next question. The symmetry of stress tensor at a point in a body when at equilibrium is obtained from. ഇത് തിയറി ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇക്വേഷൻ, ഇതിന്റെ ആൻസർ മൊമെന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ്. ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെസ് ബ്ലോക്ക് കൺസിഡർ ചെയ്യണം. സ്ട്രെസ് ബ്ലോക്ക് കൺസിഡർ ചെയ്തു. അതിൽ ടോ എക്സ് വൈ let's this tau xy, tau yx, tau xy, tau yx. ഇത് നമുക്കറിയാം കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ്. ഈ കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ tau xy is equal to tau yx എന്ന് പ്രൂവ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രൂവ് ചെയ്യാൻ കുറച്ച് ലെങ്തി ആണ്, ലെങ്തി അല്ല, കുറച്ച് അത് നമ്മൾ പിന്നീട് ഏതെങ്കിലും സ്ട്രെസ് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ അത് tau xy is equal to tau yx എന്ന് പ്രൂവ് ചെയ്യുന്നത് മൊമെന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Next question. If all dimensions of a prismatic bar of a square cross section suspended freely from the ceiling of a roof are doubled, then the total elongation produced by its own weight will increase. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഏതൊരു ബോർഡിന്റെയും എസ്പെഷ്യലി യൂണിഫോം സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഓർ സർക്കുലർ ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, റെക്ടാങ്കുലർ ആയിക്കോട്ടെ, ഏതാണെന്നുണ്ടെങ്കിൽ യൂണിഫോം സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സെൽഫ് വെയിറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഗാമ എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 2e ആണ്. ഓക്കെ, ഗാമ എൽ സ്ക്വയർ ബൈ 2e അല്ലെങ്കിൽ WL ഡിവൈഡ് ബൈ 2AE. ഇവിടെ W എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ് ഓഫ് ദി മെറ്റീരിയൽ അല്ലെങ്കിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദാറ്റ് ബോഡി. W is equal to total weight, which is equal to density multiplied by the volume. അപ്പോൾ ഇവിടെ സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് വിത്ത് ഏരിയ A ആൻഡ് ലെങ്ത് L. സോ വോളിയം ഈസ് A into L multiplied by ഗാമ. ഇതാണ് W എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒറിജിനലി ഡെൽറ്റ എന്ന് പറയുന്ന വാല്യൂ എൽ സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എൽ സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട്
നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ എല്ലാ ഡയമെൻഷനും ആ ബാറിന്റെ എല്ലാ ഡയമെൻഷനും 2 ടൈംസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഡെൽറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ. സോ ദ ഡെൽറ്റ ഈസ് ചേഞ്ച്ഡ് ടു 2 times, sorry 4 times. L is L to 2Li, so L square. Delta is proportional to 4L, that is delta increased by 4 times. കാരണം ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിച്ചറിയാം, ഡെൻസിറ്റി അത് എത്ര വെയിറ്റ് ഏത് സൈസിലുള്ള ബോഡിയാണെന്നുണ്ടെങ്കിലും ആ ബോഡിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ഈ ഇക്വേഷനിലെ എല്ലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അതും സ്ക്വയർ ടൈംസ് ആണ്, അതുകൊണ്ട് 4 ടൈംസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ആൻസർ 4 ടൈംസ്. ഗാമ എൽ സ്ക്വയർ ബൈ 2e എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് സെൽഫ് വെയിറ്റ് കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ WL/2AE എന്നും ആ ഇക്വേഷൻ എഴുതാം. W എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. If a rigid bar is suspended by 3 rods made of the same material, the area and length of the central rod are 3a and L respectively, while that of the 2 outer rods are 2a and 2L respectively. If downward force of 50 kN is applied to the rigid bar, the force in the central and each of the outer rods will be. ഇതിന്റെ ആൻസർ 30 kN and 10 kN ആണ്. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ഞങ്ങൾ യൂട്യൂബിൽ സോൾവ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ സോൾവ് ചെയ്തതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, next question. Which of the following statement is correct? Shear force is first derivative of bending moment. Shear force is the first derivative of intensity of load. Load intensity on a beam is the first derivative of bending moment. Bending moment is the first derivative of shear force. Then the answer option A ആണ്. ഓപ്ഷൻ എ. ഇതിൽ ജസ്റ്റ് 2 ഇക്വേഷൻസ് ഉണ്ട് ബേസിക് ആയിട്ട്. ആ ഇക്വേഷൻസ് നോക്കാം. ഫസ്റ്റ് mx sx w. mx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദാറ്റ് സെക്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സ്. sx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഇൻ ടേംസ് ഓഫ് എക്സ്. w is the ലോഡ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോഡ് ആയിരിക്കണം, പോയിന്റ് ലോഡ് അല്ല. ഓർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡോ യൂണിഫോംലി വേരിയിങ് ലോഡോ, ഇങ്ങനത്തെ ലോഡിനാണ് ഈ ഇക്വേഷൻസ് വാലിഡ് ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് sx is equal to ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ബെൻഡിങ് മൊമെന്റ് bmx by dx. അതുപോലെ w is equal to മൈനസ് dsx by dx. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഷിയർ ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് ലോഡ് ഇന്റൻസിറ്റി. ഇവിടെ നെഗറ്റീവ് സൈൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് ലോഡ് ഇന്റൻസിറ്റി അതുപോലെ തന്നെ ഷിയർ ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ ഡൗൺവേർഡ് ആവുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യുന്നതാണ്. ആ ഇക്വേഷനിൽ നെഗറ്റീവ് ആണ്. dsx by dx പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നെഗറ്റീവ് ഉപയോഗിക്കണമെന്നില്ല, ജസ്റ്റ് dsx by dx അതുപോലെ തന്നെ dmx by dx ഉപയോഗിച്ചാൽ മതി. ഇതാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എഴുതാം w is equal to d square mx divided by dx. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ്
bending moment gives load intensity. ഈ മൂന്ന് ഇക്വേഷൻസ് ജസ്റ്റ് മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ. Next question. If the shear force diagram for a simply supported beam is parabolic, then the load on the beam is. ഇവിടെ ക്വസ്റ്റ്യൻ ഷിയർ ഫോഴ്സ് ഡയഗ്രം ആണ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം അല്ല. പലർക്കും തെറ്റ് പറ്റുന്നത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണ്. ഞാൻ പറയുന്ന എന്തെങ്കിലും ഇന്റർനെറ്റിന് എന്തെങ്കിലും എറർ കാണിക്കുന്നുണ്ടോ? ക്ലിയർ അല്ലാത്തതുണ്ടോ? കമന്റ് ബോക്സിലൂടെ ആരെങ്കിലും ഒന്ന് പറയോ? Any error in the connection? ഇപ്പൊ ഓക്കെ ആണോ സൗണ്ട്? ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ആണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രം പാരാബോളിക് ആയി വരണമെന്നുണ്ടെങ്കിൽ ലീനിയർലി വേരിയിങ് ലോഡ് അല്ലെങ്കിൽ യൂണിഫോംലി വേരിയിങ് ലോഡ് ആയിരിക്കണം. ജസ്റ്റ് ഒരു ടേബിൾ പോലെ വരച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ലോഡിംഗ്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ. ലോഡിങ് പോയിന്റ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ജസ്റ്റ് റെക്ടാങ്കുലർ ആയിരിക്കും, അതായത് കോൺസ്റ്റന്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, റെക്ടാങ്കുലർ പാറ്റേൺ ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒരു ലീനിയർ ആയിരിക്കും, ലീനിയർ വേരിയേഷൻ ആയിരിക്കും. ഈ റെക്ടാങ്കുലർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്നുള്ള ഉദ്ദേശിച്ചത് എക്സുമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടാവില്ല, അതായത് ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ എന്നുള്ള ഡിസ്റ്റൻസുമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടാവില്ല. അതാണ് റെക്ടാങ്കുലർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ്. ഇനി UDL ആണെന്നുണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വേരി ചെയ്യുന്നത് ലീനിയർ ആയിട്ട്, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പാരാബോളിക്, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് സ്ക്വയർ. യൂണിഫോംലി വേരിയിങ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം പാരാബോളിക്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ക്യൂബിക് പാരാബോളിക്, ക്യൂബിക് വേരിയേഷൻ, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ക്യൂബ് ആയിരിക്കും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ വേരിയേഷൻ. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് സ്ക്വയർ ആയിരിക്കും, അതായത് പാരാബോളിക് വേരിയേഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? If a simply supported beam AB of span L carries two concentrated loads W each at points L/3 from A and B, what is the shear force in the middle 1/3 portion of the beam? The bending moment diagram shear force എന്ന് പറയുന്ന ടോപ്പിക് കറക്റ്റ് ആയിട്ട് അറിയുന്ന ഒരാൾക്ക് അറിയാം. ആൻസർ 0 ആണ്. എങ്ങനെ വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് പേരും കൂടി ജോയിൻ ആവുന്നുണ്ട്, അവരും ജോയിൻ ആയിക്കോട്ടെ. ഓക്കെ ആണോ? വോയിസ് ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് ജസ്റ്റ് കമന്റ് ബോക്സിലൂടെ ചാറ്റ് ബോക്സിലൂടെ പറയൂ. വോയിസ് ക്ലിയർ ആണോ? ഓക്കെ. എന്തെങ്കിലും വോയിസിൽ ക്ലിയർ അല്ലാതെ വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചാറ്റ് ബോക്സിൽ പറയണേ. സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്.
ആരാണ് ജോയിൻ ആകുമ്പോൾ മ്യൂട്ട് ആക്കണേ. സിംപ്ലി സപ്പോർട്ടഡ് ബീം. രണ്ട് പോയിന്റ് ലോഡ്സ് ലൊക്കേഷൻ AB, L/3 from A and B. Total length L. Total length of beam L. W. നമുക്കറിയാം സിമെട്രി കാരണം റിയാക്ഷൻ അറ്റ് A and reaction at B is equal to W. സിമെട്രിക്കൽ ലോഡിംഗ് ആണ്. അപ്പോൾ ടോട്ടൽ ലോഡിന്റെ by 2 ആയിരിക്കും രണ്ട് സപ്പോർട്ടിലും ഉണ്ടാവും, സിംപ്ലി സപ്പോർട്ടഡ് ആയ കാരണം. നമുക്കിപ്പോൾ എൻഡ് മൊമെന്റ് ഡയഗ്രം ആണ് വരക്കേണ്ടത്. സോറി, ഷിയർ ഫോഴ്സ് ഡയഗ്രം. ഷിയർ ഫോഴ്സ് ഡയഗ്രം വരക്കുന്നു. ഷിയർ ഫോഴ്സ് ഡയഗ്രം വരക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന സൈൻ കൺവെൻഷൻ ലെഫ്റ്റ് സൈഡിലെ അപ്വേർഡ് ഫോഴ്സ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അപ്വേർഡ് ഫോഴ്സ് ഒക്കെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഡൗൺവേർഡ് ഫോഴ്സ് നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സൈൻ കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കേസിൽ ഇവിടെ RA എന്ന് പറയുന്ന വാല്യൂ W, അതുകൊണ്ട് RA എന്ന് പറയുന്ന വാല്യൂ W അപ്വേർഡ്. സോ ഞാൻ മുകളിലോട്ട് വരച്ചു. പിന്നെ ഈ A മുതൽ അടുത്ത പോയിന്റിലോട് ആക്ട് ചെയ്യുന്ന W വരെ വേറെ ഫോഴ്സുകളൊന്നുമില്ല, അതുകൊണ്ട് ഷിയർ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. W വരെ ഷിയർ ഫോഴ്സ് കോൺസ്റ്റന്റ്. W കഴിഞ്ഞിട്ട് ഷിയർ ഫോഴ്സ് പോയിന്റ് ലോഡ് അവിടെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് W താഴോട്ട്. അപ്പോൾ നെറ്റ് ഫോഴ്സ് അവിടെ 0 ആയിട്ട് വന്നു. അപ്പോൾ ഈ പോയിന്റിലെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ W വന്നു, താഴോട്ട് W ആക്ട് ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ. സോ നെറ്റ് ഷിയർ ഫോഴ്സ് അറ്റ് ദാറ്റ് സെക്ഷൻ ഇസ് 0. ഇനി നമ്മൾ സപ്പോസ് ഈ പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് സം ഓഫ് ഫോഴ്സസ് ടുവാർഡ്സ് റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് ദി സെക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഏത് സെക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ ദീസ് പോയിന്റ്സ്. ഞാൻ C ആൻഡ് D എന്ന് നെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ C ആൻഡ് D പോർഷനിലെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 0 ആണ്. കാരണം സം ഓഫ് ഫോഴ്സസ് ടുവാർഡ്സ് റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് ദി സെക്ഷൻ ഈസ് കോൾഡ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് W അപ്വേർഡ്, അതുപോലെ തന്നെ W ഡൗൺവേർഡ്. സോ രണ്ടും കൂടി നെഗറ്റീവായി 0 ആയിപ്പോയി. ഇനി അടുത്ത പോയിന്റ് നമ്മൾ ഡിയിലെത്തുന്ന സമയത്ത് അവിടെ ഒരു ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഡൗൺവേർഡ് ഷിയർ ഫോഴ്സ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈനിന്റെ താഴോട്ട് വരച്ചു, താഴോട്ട് W. ഇനി ഈ W എന്ന് പറയുന്ന വാല്യൂ ആണ്, നെഗറ്റീവ് W ആണ് ഈ സെക്ഷന്റെ അപ്പുറത്തെ സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോഴുള്ളത്. അത് കഴിഞ്ഞ് സപ്പോർട്ട് Bയിലെത്തുമ്പോൾ നമുക്കൊരു അപ്വേർഡ് ഫോഴ്സ് ആണ്, നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നെറ്റ് അവിടെ ഉണ്ടായ നമ്മൾ 0 തന്നെ തിരിച്ചെത്തും. അപ്പോൾ ഇതാണ് ഈ കേസിലുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇത് പോസിറ്റീവ് വാല്യൂ, നമ്മുടെ സൈൻ കൺവെൻഷൻ അനുസരിച്ച് നെഗറ്റീവ് വാല്യൂ. അപ്പോൾ ഈ പോർഷനിലുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ഷിയർ ഫോഴ്സ് വാല്യൂ 0. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഷിയർ സ്പാൻ ഡിഫൈൻ ആസ് സോൺ വേർ bending moment is 0, shear force is 0, shear force is constant, bending moment is constant. ഇതിന്റെ ആൻസർ ഷിയർ സ്പാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സ്പാനിലെ ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ആ ഷിയർ ഫോഴ്സ് കോൺസ്റ്റന്റ് ആവുന്ന ആ ഒരു സ്പാനിനെ പറയുന്ന പേരാണ് ഷിയർ സ്പാൻ.
അല്ലാതെ ഷിയർ ഫോഴ്സ് 0 ആവുന്ന സ്പാൻ അല്ല, ബെൻഡ് മൊമെന്റ് 0 ആവുന്ന സ്പാൻ അല്ല, ബെൻഡ് മൊമെന്റ് കോൺസ്റ്റന്റ് ആവുന്ന സ്പാനും അല്ല. ഷിയർ ഫോഴ്സ് കോൺസ്റ്റന്റ് ആവുന്ന സ്പാൻ ആണ് ഷിയർ സ്പാൻ. ഷിയർ സ്പാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A beam of overall length L with equal overhangs on both sides carries a uniformly distributed load over entire length. To have numerically equal bending moment at the center of beam and at its support, the distance between the support should be. ഇത് കുറച്ച് ലെങ്തി കാൽക്കുലേഷൻ ഉള്ള പ്രോബ്ലം ആണ്. അതിൽ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 0.586 L. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓവർഹാങ്ങിങ് ബീമാണ്, ഡബ്ല്യു ഓവർഹാങ്ങിങ് ബീമാണ്, ഈക്വൽ ഓവർഹാങ്സ് ഓൺ ബോത്ത് സൈഡ്സ്. അതായത് ഇവിടെ എ ഈക്വൽ ഓവർഹാങ്സ്. പിന്നെ ത്രൂ ഔട്ട് സ്പാനിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്, ഡബ്ല്യു. പിന്നെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എൽ. ഞാൻ ഫോർ എ സിംപ്ലിസിറ്റിക്ക് ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എൽ ആക്കി കൺസിഡർ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്റർ എൽ ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എൽ പ്ലസ് 2a എഴുതിക്കൂടെ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ സപ്പോർട്ടിൽ വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് മൊമെന്റ് ആണ്, അതായത് ഡബ്ല്യു ഇൻറ്റു a/2, ടോട്ടൽ ലെങ്ത് എ. അപ്പോൾ സപ്പോർട്ടിൽ വരുന്ന മൊമെന്റ് W² divided by 2, which is equal to മിഡ് സ്പാനിൽ വരുന്ന മൊമെന്റ്. ദിസ് ഈസ് മിഡ് സ്പാൻ. മിഡ് സ്പാൻ സിയിൽ വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് അതിന്റെ let's A and B be the support. RA equal to RB equal to നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും WL/2. സിമെട്രിക്കൽ ലോഡിംഗ് ആണ്. അപ്പോൾ ടോട്ടൽ ലോഡ് ഡിവൈഡ് ബൈ 2, WL/2. ഇനി ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ എഴുതാൻ അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അറിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബെൻഡിങ് മൊമെന്റിനെ കുറിച്ച് പിന്നീട് ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ വെച്ച് എഴുതുമ്പോൾ WL/2 ഇൻറ്റു ഈ സി പോയിന്റ് മുതൽ എ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/2 മൈനസ് എ. അതായത് ഇവിടെ മുതൽ ഈ അറ്റം വരെയുള്ള ഡിസ്റ്റൻസ് L/2 ആണ്. അപ്പോൾ സി മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് L/2 മൈനസ് എ. അത് പോസിറ്റീവ് മൊമെന്റ് ആണ് ഉണ്ടാക്കുന്നത്. മൈനസ് ഈ ടോട്ടൽ UDL കാരണം ഉണ്ടാകുന്ന മൊമെന്റ് അറ്റ് സി. അതെന്ന് പറയുന്നത് W ഇൻറ്റു L/2 ചെയ്ത ടോട്ടൽ ലോഡ് മൾട്ടിപ്ലൈഡ് ബൈ L/4. L/4 എന്ന് പറയുന്നത് ഇത്രയും ഈ ഒരു പോർഷന്റെ സെൻട്രോയിഡ് L/2 ആണ് ഈ പോർഷൻ വരുന്നത്. അപ്പോൾ അതിന്റെ സെൻട്രോയിഡ് L/4. therefore WA²/2 is equal to WA²/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിൽ വരുന്ന മൊമെന്റ് വിച്ച് ഇസ് ഈക്വൽ ടു നമ്മളോട് രണ്ടും ഈക്വൽ ആവുന്ന കേസിൽ ഉണ്ടാവുന്ന സപ്പോർട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞത്. WA²/2 ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ WL²/4 മൈനസ് WL/2 ഇൻറ്റു എ മൈനസ് WL²/8. നമുക്കിത് W ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് 2 അതുപോലെ തന്നെ 2 ക്യാൻസൽ ചെയ്ത് പോയി എല്ലായിടത്തും. നമുക്ക് കിട്ടുക A² is equal to
L square by 8, sorry, L square by 4, L square by 4 minus LA. ഇതന്നെയല്ല കിട്ടുന്നത്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് A is equal to 0.207L. അതായത് സോൾവ് ചെയ്ത് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.207L. നമുക്ക് അറിയാം ടോട്ടൽ ലെങ്ത് L is equal to 2A plus small letter L. നമുക്ക് സ്മോൾ ലെറ്റർ എല്ലിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. L is equal to L minus 2A. That is equal to L minus 2 into 0.207. 0.207L is equal to 0.586L. അതാണ് രണ്ട് സപ്പോർട്ടുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആൻസർ 0.586L. Ratio of moment carrying capacity of circular beam of diameter D and square of size. സപ്പോർട്ട് മൊമെന്റ് സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല, നമ്മൾ അത് ഡയറക്റ്റ് ആയിട്ട് കണ്ടെത്തിയതാണ്. സപ്പോർട്ടിൽ ഉണ്ടാവുന്ന മൊമെന്റ് എന്ന് പറയുന്നത് സപ്പോർട്ടിന്റെ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് ദി സെക്ഷനിലുള്ള വാല്യൂ ആണ്. അത് WA²/2 ആണ്. ഈ കേസിൽ നിങ്ങൾ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവും. Okay, ratio of moment carrying capacity of circular beam of diameter D and square of size D is. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി M is equal to sigma into Z. സിഗ്മ ഇസ് സ്ട്രെസ്, Z എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ്. അപ്പോൾ ആദ്യത്തെ കേസിൽ സർക്കുലർ ബീമാണ്. സർക്കുലർ ബീമിന്റെ മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി MC എന്ന് റെപ്രസെന്റ് ചെയ്യാം. സെയിം മെറ്റീരിയൽ ആണ്. സോ സിഗ്മ ഇൻറ്റു ZC. സർക്കുലർ സെക്ഷന്റെ ZC വാല്യൂ എന്ന് പറയുന്നത് πd³ ഡിവൈഡ് ബൈ 32. സെക്ഷൻ മോഡുലസിന്റെ വാല്യൂ എന്ന് പറയുന്നത് πd³/32. Therefore which is equal to sigma into πd³ divided by 32. ഇനി സ്ക്വയർ സെക്ഷന്റെ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്, സോറി, ഇപ്പൊ മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് M into Z². For square section modulus is equal to d³ divided by 6. സ്ക്വയർ സെക്ഷന്റെ സൈഡ് എന്ന് പറയുന്നത് D ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതുപോലെ തന്നെ സർക്കുലർ സെക്ഷന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് P ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ d³/6. Therefore sigma into p³/6. ഇനി ജസ്റ്റ് MC/MS ചെയ്യുന്നു. ആൻസർ സിഗ്മ ക്യാൻസൽ ചെയ്ത് പോകും. Therefore πd³ divided by 32 divided by d³/6. രണ്ട് സൈഡിലെയും d³ ക്യാൻസൽ ചെയ്ത് പോയി. Therefore 6π/32 which is equal to 3π/16. ആൻസർ 3π/16. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ്യാം. A rectangular beam of width 100 mm is subjected to maximum shear force of 60 kN. The corresponding maximum shear stress in the cross section is 4 MPa. Depth of the beam should be. ബീമിന്റെ ഡെപ്ത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ.
ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് മാക്സിമം ഷിയർ ഫോഴ്സ് വി ഇസ് ഈക്വൽ ടു 60 kilonewton. Maximum shear stress tau max is equal to 4 MPa. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. Rectangular cross section with d depth and width d. Width already given ആണ് 100 mm. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡെപ്ത് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ആവറേജ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ ടോ ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ബി ഇൻറ്റു ഡി. ഇനി റെക്ടാങ്കുലർ സെക്ഷന്റെ കേസിൽ മാക്സിമം ടോ മാക്സ് ഇസ് ഈക്വൽ ടു 3/2 ടോ ആവറേജ്. അതായത് മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ആവറേജ് ഷിയർ സ്ട്രെസ്സിന്റെ 1.5 ടൈംസ് ആണ്. അപ്പോൾ ഇതിന് ഡയറക്റ്റ് സോൾവ് ചെയ്യുന്നു. ടോ മാക്സിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 4 MPa. 3/2 ഇൻറ്റു ആവറേജ് ഷിയർ സ്ട്രെസ് നമുക്കറിയാം ഷിയർ ഫോഴ്സ് 60 kilonewton, that is 60 into 10⁻³ Newton, divided by b ന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100 multiplied by d. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ d is equal to 225 mm ആൻസർ കിട്ടും. ആൻസർ 225. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. d is 225 mm. ആൻസർ d 225 mm ആണ്. Depth of the section is 225 mm. Next question. Question കാണുന്നുണ്ടോ? ഓക്കെ ആണോ? Okay. A symmetrical I section is subjected to shear force. The shear stress induced in a cross section induced across section is maximum at which location? അതായത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഐ സെക്ഷൻ സിമ്മട്രിക്കൽ ഐ സെക്ഷന്റെ മാക്സിമം ഷിയർ സ്ട്രെസ് എവിടെയായിരിക്കും എന്നുള്ളതാണ്. അത് മാക്സിമം ഷിയർ സ്ട്രെസ് സിമ്മട്രിക്കൽ സെക്ഷന്റെ എപ്പോഴും ന്യൂട്രൽ ആക്സിസിലായിരിക്കും. ഡയറക്റ്റ് കാണാതെ പഠിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സിമ്മട്രിക്കൽ ഐ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ആക്സിസിലായിരിക്കും മാക്സിമം ഷിയർ സ്ട്രെസ്. ആ ഷിയർ സ്ട്രെസ് വേരിയേഷൻ ഏതൊരു സ്റ്റാൻഡേർഡ് ബുക്കോ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ റെഫർ ചെയ്താലും ഈസി ആയിട്ട് കാണാൻ പറ്റും. ഷിയർ സ്ട്രെസ് വേരിയേഷൻ അത് മാക്സിമം ന്യൂട്രൽ ആക്സിസിലാണ്. ഓക്കെ. Next question. A square beam laid flat is then rotated in such a way that one of its diagonal becomes horizontal. How is it moment carrying capacity affected? ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാതെ പഠിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ PSCക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആ ടൈമിനുള്ളിൽ അറ്റൻഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ ആൻസർ C ആണ്. ഡിക്രീസ്ഡ് ബൈ 29.27%. ജസ്റ്റ് ഞാനൊന്ന് സോൾവ് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത്. ഫസ്റ്റ് കേസിൽ സ്ക്വയർ ഇതുപോലെ വെച്ചു. സ്ക്വയർ ഹൊറിസോണ്ടലി ലൈഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഹൊറിസോണ്ടലി വെച്ചു. രണ്ടാമത്തെ കേസിൽ അവർ പറയുന്നത് സ്ക്വയർ ഇതുപോലെ വെച്ചു. അപ്പോൾ സ്ക്വയറിന്റെ സൈഡ് കൺസിഡർ ചെയ്യാം. നമുക്ക് എ ആൻഡ് എ സെയിം സ്ക്വയർ തന്നെയാണ്, അപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ ഡയഗണലാണ് ഹൊറിസോണ്ടൽ ആക്കി വെച്ചത്. അപ്പോൾ ഈ സമയത്ത് ഉണ്ടാവുന്ന രണ്ട് സമയത്തും ഉണ്ടാവുന്ന മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റിയിൽ ഉണ്ടാവുന്ന വേരിയേഷൻ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സെക്ഷൻ മോഡുലസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
Z1 എന്ന് പറയുന്നത്. ഈ കേസിൽ നമ്മൾ സെക്ഷൻ മോഡുലസിന്റെ വാല്യൂ AQ/6. ഈ കേസിൽ ഉണ്ടാവുന്ന സെക്ഷൻ മോഡുലസിന്റെ വാല്യൂ Z2 AQ/6√2. ഇനി നമ്മളെ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് രണ്ട് കേസിൽ ഉണ്ടാവുന്ന ചേഞ്ച്. കാരണം മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി സിഗ്മ ഇൻറ്റു Z ആണ്, നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ സെഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സിഗ്മ രണ്ടിനും സെയിം മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ സിഗ്മ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇനീഷ്യലി രണ്ടാമത്തെ കേസിൽ Z2 മൈനസ് Z1 രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ Z1. അതായത് ഫസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡിന് വന്ന ചേഞ്ച് എത്ര അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ജസ്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നത് മൈനസ് 100 കൂടി ഉണ്ട്. പെർസെൻറ്റേജ് ചേഞ്ച് ആയതുകൊണ്ട് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് -29.27% ആണ്. അതിൽ Z2 വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ മോഡുലസ് ഇസ് ഈക്വൽ ടു I/Ymax. ഇവിടുത്തെ Ymax നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഐൻ്റെ വാല്യൂ A²/12 തന്നെയാണ്, I⁴/12 തന്നെയാണ് സെക്കൻഡ് കേസിലും. പക്ഷേ വൈൻ്റെ വാല്യൂ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ് AQ/6√2 എന്ന വാല്യൂ വന്നത്. ഇത് രണ്ടും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 29.27 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കും. Next question. In the case of rectangular beam subjected to transverse shearing force, the ratio of maximum shear stress to average shear stress is. നമ്മൾ നേരത്തെ പറഞ്ഞു റെക്ടാങ്കുലർ ബീമിന്റെ കേസിൽ മാക്സിമം ഷിയർ സ്ട്രെസ്സും ആവറേജ് ഷിയർ സ്ട്രെസ്സും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1.5 ആണ്. 3/2. ഇത് കാണാതെ പഠിച്ചിരിക്കേണ്ട വാല്യൂ ആണ്. ഡെറിവേഷൻ ലെങ്തി ഡെറിവേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഏതെങ്കിലും റെഫർ ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. അതുപോലെ സർക്കുലർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള റേഷ്യോ, അതായത് ടോമാക്സ് ഡിവൈഡ് ബൈ ടോ ആവറേജ് ഫോർ സർക്കുലർ സെക്ഷൻ, ഈ വാല്യൂ 4/3. 4/3 ഇതും കാണാതെ പഠിക്കും. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ റിമൈനിങ് ആയിട്ടുണ്ടായിരുന്നു, അത് ക്വസ്റ്റ്യൻ നമ്പർ 11. ആ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു ഞാൻ. A steel rod of 2 meters in length, 40 mm in diameter is subjected to a pull of 70 kN. To what length should the bar bore centrally from one end so that total extension will increase by 20% under the same force? ഇവിടെ ക്വസ്റ്റ്യനിൽ ബോർ ഡയമീറ്റർ 25 mm ആണ് തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 200 GP ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കത് സോൾവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ എഞ്ചിനീയറിംഗ് സർവീസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഇതിൽ ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ പ്രീവിയസ് ഇയർ എഞ്ചിനീയറിംഗ് സർവീസിൻ്റെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നമ്മൾ PSC ചോദിക്കാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ കുറച്ച് ടഫ് ആക്കണം എന്ന് വിചാരിച്ച് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ആൻസർ ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ കുറച്ച് ലെങ്തിയാണ്. ലെങ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാം. അത് കറക്റ്റ് കൺസെപ്റ്റ് അറിഞ്ഞ് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ആൻസർ എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ ബാറിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ. ബാറിന്റെ ലെങ്ത് 2 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഡയമീറ്റർ 40 mm ആണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E is equal to 200 GP ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു ഹോൾ ഡ്രില്ല് ചെയ്തു. അപ്പോൾ ഈ നോർമൽ കേസിൽ നമ്മൾ അതുപോലെ തന്നെ ലോഡ് തന്നിട്ടുണ്ട്. ലോഡ് എത്രയായിരുന്നു?
ലോഡ് 70 kilonewton. 70 kilonewton ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഉണ്ടാവുന്ന ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ 1 is equal to E L divided by AE. E എന്ന് പറയുന്നത് 70 kilonewton, 70 into 10 raised to 3. L ന്റെ വാല്യൂ 2 into 10 raised to 3. Two into 10 raised to 3. A ന്റെ വാല്യൂ 5/4 into d square. D square means 40 mm square. 40 square into E value 200 GPa. അല്ലെങ്കിൽ 200 GPa എന്നുള്ളത് 2 into 200 into 10 raised to 3 MPa. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എല്ലാം ഒരേ യൂണിറ്റിലായി. ഇനി രണ്ടാമത്തെ കേസിൽ ഇവർ പറയുന്നത് ഒരു ഹോൾ ഡ്രിൽ ചെയ്തു, ഒരു സർക്കുലർ ഹോൾ ഡ്രിൽ ചെയ്തു. അത് എക്സ് ഡിസ്റ്റൻസിലാണ് ഡ്രിൽ ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, നമ്മളിത് എക്സ് ആക്കി കൺസിഡർ ചെയ്യാം. എക്സ് ആക്കി കൺസിഡർ ചെയ്തു. ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 25 mm. ഈ സമയത്തും ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അത് ഞാൻ ഡെൽറ്റ 2 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഡെൽറ്റ 2 is equal to, ഇവിടെ രണ്ട് പോർഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതായത് ഈ ഒരു പോർഷൻ 1ഉം പോർഷൻ 2ഉം. ഇവിടുത്തെ രണ്ടിടത്ത് ലോഡ് സെയിം തന്നെയാണ്, 70 kilonewton. 70 ഇവിടെ ഫുൾ ഡയമീറ്റർ അവൈലബിൾ ആണ്, പക്ഷേ ഇവിടെ ഫുൾ ഡയമീറ്റർ അവൈലബിൾ അല്ല. ക്രോസ് സെക്ഷൻ ഏരിയക്ക് ചേഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഡെൽറ്റ 2 is equal to 70 into 10 raised to 3 multiplied by length 2 minus x into 10 raised to 3. ഈ പോർഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 minus x ആണ്. മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 5/4 into 40 square. ഈ വാല്യൂ സെയിം തന്നെയാണ്, 200 into 10 raised to 3 പ്ലസ് നെക്സ്റ്റ് പോർഷൻ എക്സ് ഡിസ്റ്റൻസ്, എക്സ് ലെങ്ത് ഉള്ള പോർഷൻ. അവിടെ ലോഡ് സെയിം തന്നെയാണ്, 70 into 10 raised to 3 multiplied by x into 10 raised to 3 divided by 5/4 into അവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് 40 square minus 25 square. 40 square minus 25 square multiplied by 200 into 10 raised to 3. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് കേസിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ഡെൽറ്റ 2 is equal to 1.2 times, അതായത് 20% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട് ഡിഫ്ലക്ഷൻ. ആ ഡിഫ്ലക്ഷൻ ഫസ്റ്റ് കേസിലെ ഡിഫ്ലക്ഷനേക്കാളും 20 times ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ 2 is equal to ഡെൽറ്റ 1. ഇനി ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഡെൽറ്റ 2 is equal to ഡെൽറ്റ 1, ഡെൽറ്റ 2ഉം ഡെൽറ്റ 1ഉം നമ്മൾ എഴുതി. ഇത് രണ്ടും കൂടി എഴുതി സോൾവ് ചെയ്യുന്ന സമയത്ത് 70 ക്യാൻസൽ ചെയ്ത് പോകും, 10 raised to 3 ക്യാൻസൽ ചെയ്ത് പോകും, 200 GPa ക്യാൻസൽ ചെയ്ത് പോകും, 5/4 ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ലാസ്റ്റ് നമുക്ക് വളരെ ചെറിയൊരു ഇക്വേഷൻ കിട്ടും. ആ ചെറിയ ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ്ലി എഴുതി ആദ്യം തന്നെ സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റ് പോലും വേണ്ട. അതുകൊണ്ടാണ് ഇത് മുമ്പ് UPSC എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിന് ചോദിച്ചത്. അപ്പോൾ അത് ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് x is equal to 0.62 മീറ്റർ. ആൻസർ 0.62. ഇത് ഒരു പ്രാവശ്യം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഇനി PSC എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാലും ഈസി ആയിട്ട് എഴുതാൻ കഴിയും. ഓക്കെ, കാരണം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമന്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സോൾവ് ചെയ്ത് ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാം. ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഈ സെയിം ക്ലാസ്. അപ്പോൾ അതിൻ്റെ കമന്റ് ബോക്സിലും ചോദിക്കാം. ഏതെങ്കിലും ടോപ്പിക്കോ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ പറയാം.
നമ്മൾ അഡ്മിൻസ് അവൈലബിൾ ആകുന്നതിനനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വീക്കിലേക്കുള്ള ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളെ ഗ്രൂപ്പിൽ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിലെ ക്വിസ് ഏതാണെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വിസിന് 25 ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ നമ്മൾ നെക്സ്റ്റ് മൺഡേ ട്യൂസ്ഡേ ആയിട്ട് തീർക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒറിജിനലി 40 mm ഡയമീറ്ററുള്ള ഒരു ബാർ ഉണ്ടായിരുന്നു. ആ ബാറിന് 70 kN ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. 70 kN ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവുമല്ലോ. ഇനി ഈ സെയിം ബാറിൽ തന്നെ 25 mm ഡയമീറ്റർ ഉള്ള ഒരു ഹോള് ഡ്രിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ ഫസ്റ്റ് കേസിൽ ഉണ്ടായിരുന്ന എക്സ്റ്റൻഷനെക്കാളും 20% ഇൻക്രീസ് ആയി. അങ്ങനെ ഇൻക്രീസ് ആവണം എന്നുണ്ടെങ്കിൽ എത്ര ലെങ്ത്തിൽ വേണം ആ ഹോള് ഡ്രിൽ ചെയ്യാൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഹോള് ഡ്രിൽ ചെയ്യേണ്ട ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിച്ചത് 0.62 മീറ്റർ. ഓക്കെ, കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ് അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ ഇതിനൊക്കെ വേണ്ടി ഒരു ലൈവ് ഡിസ്കഷൻ നെക്സ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ സാറ്റർഡേസ് ഓർ സൺഡേസിൽ ഞാൻ വെക്കാം. ഒരു 1 hour ഡിസ്കഷൻ അതിന് വേണ്ടി വെക്കാം. ഇതുപോലെ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിലോ അങ്ങനെയെങ്കിലും ഞങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലോ പറയും. കാരണം ഈ കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ്സും അതുപോലെ തന്നെ എൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, നെഗറ്റീവ് സൈൻ എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലോഡിങ്ങും അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കുമ്പോൾ നമുക്കൊരു കർവാണല്ലോ കിട്ടുക. ആ കർവിന്റെ സ്ലോപ്പും തമ്മിൽ ഒരു എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഡയറക്ഷൻ ഓഫ് ലോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒരു കർവാണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരു കർവാണ് കിട്ടുന്നത്. ആ കർവിന്റെ സ്ലോപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും സ്ലോപ്പ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ലോഡിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ആണ്. പിന്നെ ആ ഇക്വേഷൻസ് ഒക്കെ പോയിന്റ് ലോഡ്സിന് അപ്ലിക്കബിൾ അല്ല. ആ കാര്യം ശ്രദ്ധിക്കാം. ഡെയിലി 10 MCQ ലൈവ് ഡിസ്കഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? എക്സാം ടൈപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മൾ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ക്വിസ് റീസ്റ്റാർട്ട് ചെയ്യാം. ക്വിസ് ആയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ റീസ്റ്റാർട്ട് ചെയ്യാം. 10 MCQ ഡെയിലി. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് നമ്മളെ ഓവർസിയറിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. കട്ട് ഓഫ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ മാക്സിമം പഠിക്കുക. ഉറപ്പായിട്ടും നെക്സ്റ്റ് എക്സാമിൽ LSCD A ആയിട്ട് കയറാം. മാക്സിമം പഠിക്കുക. ഹാർഡ് വർക്ക്. പലരും പറയും സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത്, ഹാർഡ് വർക്ക് അല്ല. ഹാർഡ് വർക്ക് ചെയ്ത ഒരാൾക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യം ഹാർഡ് വർക്ക് ചെയ്യുക, എന്നിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.